والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد സൂറത്ത് യാസീനിലെ 16-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായി കുറേ ആയത്തുകൾ പഠിച്ചു. റബ്ബുന യഅലമു ഇന്നാ ഇലൈക്കും മുർസലൂൻ. ഈ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച പ്രവാചകന്മാരുടെ മുർസലീങ്ങളുടെ വാക്കാണ്. അവർ പറഞ്ഞു, അവരെ നിഷേധിച്ചപ്പോൾ ആ നാട്ടുകാർ, ആ ഗ്രാമക്കാർ ഈ പ്രവാചകന്മാരെ തള്ളിപ്പറയുകയും നിഷേധിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ റബ്ബിനറിയാം ഞങ്ങൾ മുർസലീങ്ങളാണെന്ന്, ദൈവദൂതന്മാർ തന്നെയാണ് എന്ന് ഞങ്ങളുടെ റബ്ബിനറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ റബ്ബുന യഅലമു എന്ന വാക്ക് അത് പ്രവാചകന്മാർ മാത്രമല്ല, ആ പ്രവാചകന്മാരുടെ ദൗത്യം അംഗീകരിച്ച ആളുകളും ആ റിസാലത്ത് ഉൾക്കൊണ്ട ആളുകളും ജീവിതത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ എല്ലാവർക്കും പറയാനുള്ള ഒരു വാക്കാണ്
അള്ളാഹുവിൻ്റെ അറിവുമായി സംബന്ധിച്ച വാക്ക്. ആരും എന്നെ അറിയുന്നില്ലെങ്കിലും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ അറിയുന്നുണ്ട്, എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്നത് അത് ഒരാൾക്ക് പറയാൻ പറ്റുക എന്നത് ഉയർന്ന ഈമാനിൻ്റെ അടയാളമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. ക്ലാസ്സുകളിൽ പലപ്പോഴും ഒരാൾ അനുഭവിക്കുന്ന വേദനകളിൽ വലിയ വേദനയാണ് താൻ ചെയ്യാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുക എന്നത്, കുറ്റപ്പെടുത്തപ്പെടുക, ഒറ്റപ്പെടുത്തപ്പെടുക എന്നതൊക്കെ. അതൊന്നും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതും ഏറ്റവും പ്രിയപ്പെട്ടവരാൽ, വേണ്ടപ്പെട്ടവരാൽ, മക്കളാൽ, മാതാപിതാക്കളാൽ, നാട്ടുകാരാൽ, അയൽവാസികളാൽ, ബന്ധുക്കളാൽ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകൾ ഒറ്റപ്പെടുത്തുന്ന ഘട്ടങ്ങൾ വരും. കൂടെ നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ചില ആളുകൾ പോലും നമ്മെ അകറ്റി നിർത്തുമ്പോൾ ഒരു പക്ഷേ നമ്മൾ അറിയാതെ, നമ്മൾ വിചാരിക്കുക പോലും ചെയ്യാത്ത ചില കാര്യങ്ങളെ പേരിലായിരിക്കും നമ്മൾ ക്രൂശിക്കപ്പെടുക. അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഈമാനുള്ള മനുഷ്യന് റബ്ബ് കൂടെയുണ്ട് എന്ന പ്രതീക്ഷ, അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. അതാണ് റബ്ബുനായ ആലം. അപ്പോൾ നമ്മൾ കുറേ ആയത്തുകൾ പറഞ്ഞു, പ്രവാചകന്മാരുടെ ചില ജീവിതത്തിൽ നിന്നൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞ വാക്കുകൾ പറഞ്ഞു. അവസാനം നമ്മൾ ആയത്തിൽ കുർസിയെ, ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്, അതിനെ നമ്മൾ തദബ്ബുർ ചെയ്ത് അതിലെ 9 സെൻറ്റൻസ്, ആയത്തിൽ കുർസിയിൽ 9 ജുംലകളാണ്, 9 സെൻറ്റൻസുകളാണുള്ളത്. 4 ആദ്യം, 4 ശേഷം, അതിന് നടുവിൽ 1. ആ നടുവിൽ വരുന്ന വാക്കാണ് റബ്ബുനാ യഅലമു എന്ന വാക്കിൻ്റെ വിശദീകരണമായി നമ്മൾ പറഞ്ഞത്. അത് എങ്ങനെയാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന കാര്യവും നമ്മൾ വിശദീകരിച്ചു. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ ബാക്കി തന്നെ ഒരു ചെറിയ ആയത്ത്, ആ ആയത്ത് ഇവർ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ എന്ന് പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ. ഇതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ആയത്താണ്. ആ ആയത്തിൻ്റെ വ്യാപ്തിയും വിശാലതയും എത്രമാത്രമാണെന്ന് ഇൻഷാ അല്ലാഹ് ആ ആയത്തിനെ നമ്മൾ പരിശുദ്ധ ഖുർആനിലെ മറ്റായത്തുകൾ കൊണ്ട് തദബ്ബുർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കൂടുതൽ ബോധ്യപ്പെടും. അപ്പോൾ എല്ലാവരും ആ ആയത്തൊന്ന് ഓതുക. അപ്പോൾ ഓതുമ്പം ഈ 2 ആയത്ത് ഒരുമിച്ച് ഓതണം. 16ഉം 17ഉം ഒന്ന് ഒരുമിച്ച് എല്ലാവരും ഓതുക. قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. ഈ വാവ് മേലെ പറഞ്ഞ ആയത്തിലേക്ക് ചേർത്ത് പറയാനുള്ള വാവാണ്. ഖുർആനിൽ പലതരം വാവുകളുണ്ട്, ഒന്നല്ല 8 or 9 തരം വാവുണ്ട് ഖുർആനിൽ. അതിൽ ഒരു വാവാണ് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കാര്യം പറയാൻ വേണ്ടി ചേർത്ത് പറയാൻ വേണ്ടി പറയും. ഇപ്പം കിതാബുൻ വ കലമുൻ, കിതാബ് പുസ്തകമാണ്, കലമ് പേനയാണ്. കിതാബുൻ വ കലമുൻ എന്ന് പറഞ്ഞാൽ അവിടെ ആ വാവിൻ്റെ അർത്ഥം പുസ്തകവും പേനയും എന്ന് പറയാൻ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വേറൊരു വാവുണ്ട്, ഇപ്പോൾ വൽ ഫജ്ർ, ആ വാവ് എന്താണ്? വാ പ്ലസ് അൽ ഫജ്ർ. വല്ലുഹ,
വാ പ്ലസ് അല്ലുഹ, പ്രഭാതം തന്നെയാണ് സത്യം. അത് വാവുൽ കസമാണ്. ഇതേ അക്ഷരം തന്നെയാണ്, ഇതേ അക്ഷരം തന്നെ. അത് വാവുൽ കസം, സത്യം ചെയ്യാനുള്ളതാണ്, സത്യം എന്ന് പറയാനാണ്. ഇതേപോലെ വേറെ ഒരുപാട് വാവുകളുണ്ട്. ഇപ്പോൾ വാവു സമാനിയ, 8 എന്ന അക്ഷരത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാവുണ്ട്. അതാ വാവിന് 8 എന്നുള്ള അർത്ഥം കിട്ടുക. ഇപ്പം സാധാരണ അറബികൾ വാഹിദിന് ഇസ്നാനി സലാസ അർബ ഹംസ സിത്ത സബ അല്ല, സബ വ സമാനിയ എന്നാണ് പറയുക. അവിടെ വാവുണ്ട്. സബഅത്തുൻ വ സമാനിയ എന്ന് പറയും. മറ്റൊരുത്തൊന്നുമില്ല. ഹംസത്തുൻ സിത്തത്തുൻ സബ, അവിടെ ഒന്നും അടി വാവില്ല. സബ കഴിഞ്ഞാൽ വ സമാനിയ എന്ന് പറയും. അതുകൊണ്ടാണ് ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച്, സ്വർഗത്തിൻ്റെ കവാടത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വ ഫുത്തിഹത്ത് എന്നുണ്ട്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ ഫുത്തിഹത്ത് എന്നേ ഉള്ളൂ. ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്, സൂറത്ത് അൽ കഹ്ഫ്. അപ്പോൾ അവിടെ വാവ് 8 എന്നുള്ള അർത്ഥം സൂചിപ്പിക്കുന്ന വാ. ഇവിടെ ഈ വാവ് മേലെ നമ്മൾ പറഞ്ഞ ആയത്തിൻ്റെ ബാക്കിയാണ്. ഇപ്പം നമ്മൾ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ വമാ. അതാണ് ആ പറഞ്ഞതിലേക്ക് ചേർക്കാനുള്ളതാണെന്ത് ഈ വാവ്. ഇനി ഉള്ള അക്ഷരം മാ എന്നുള്ളതാണ്. മാ എന്നതും ഖുർആനിൽ 3 ടൈപ്പ് മാ ഉണ്ട്. മാ എന്ന അക്ഷരം ഇത് ഒരു കെലിമത്താണ്, ഒരു പദമാണ്, അക്ഷരമല്ല. മീം അക്ഷരാണ്, മാ അക്ഷരാണ്, മീ അക്ഷരാണ്, മൂക്ക അക്ഷര. പക്ഷെ മാ എന്നത് ഒരു അക്ഷരമല്ല, മറിച്ച് അതൊരു പദമാണ്. ഒരു അക്ഷരമല്ല, മറിച്ച് ഒരു കെലിമത്ത്, ഒരു വേർഡാണ് മാ എന്നത്. ഇത് 3 അർത്ഥത്തിൽ വരും മാ എന്നുള്ളത്. ഒന്ന് നഫിയാണ്. നഫി എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ, നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പിന്നെ ഒന്ന് ഇസ്തിഫാം. ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ വേണ്ടി മാ ഇസ്മുക്ക്, മാ ഇസ്മുക്ക് എന്നൊക്കെ പറയും. പിന്നെ വേറെ ഒന്ന് മൗസൂൽ എന്ന് പറയും, ചേർക്കാൻ വേണ്ടി യാതൊന്ന് എന്ന അർത്ഥത്തിൽ പറയും. ഇങ്ങനെ 3 തരം മാ ഉണ്ട് ഖുർആനിൽ, 3 തരം. ഇതിൽ പറഞ്ഞത് ഒന്നാമത്തെ മാണ് ഇവിടെ. വമാ എന്ന ഈ മീം നഫീൻ്റെ മീമാണ്. മാ ഇല്ല എന്നർത്ഥം. മാ പേന വേറണ്ട. പിന്നെ അലൈന, അലൈന ഞങ്ങളുടെ മേൽ. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നാണ്. മേൽ എന്ന് മാത്രമല്ല, ബാധ്യത എന്നും കൂടി അർത്ഥമുണ്ട് ഇതിന്. ബാധ്യത എന്നും കൂടി അർത്ഥമുണ്ട്. അപ്പോൾ അല മേൽ, അലയ്യ എന്ന് പറഞ്ഞാൽ എൻ്റെ മേൽ, അലയ്യ എൻ്റെ മേൽ, അലൈന നമ്മുടെ മേൽ. അപ്പോൾ വമാ അലൈന നമ്മുടെ മേൽ ബാധ്യതയുമില്ല. മാ നിറ ഇല്ല, അലൈന നമ്മുടെ മേൽ ബാധ്യത. അലൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യത എന്നാണ്. അപ്പോൾ വമാ അലൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ബാധ്യതയില്ല. അപ്പോൾ ബാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ ഈ വാവിനോടാ, വാവ് ചേർത്ത് പറയാനാ. ഞങ്ങൾ മുർസലീങ്ങളാണെന്ന് ഞങ്ങളെ റബ്ബിനറിയാം. ഇനിയുള്ളൊരു കാര്യം എന്താണ്? ഞങ്ങളെ മേൽ ബാധ്യതയില്ല. ഇല്ല, അല്ലാതെ. ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലാതെ. അപ്പം ഞങ്ങളെ മേൽ ബാധ്യതയില്ല ഒരു കാര്യം അല്ലാതെ. എന്താണ് ആ കാര്യം? അൽ ബലാഗ്. ബലാഗ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ, എത്തിച്ചു കൊടുക്കുക, അതാണ് ബലാഗ്. തബ്ലീഗ്, ബലാഗ് എന്നൊക്കെ പറയും, പ്രബോധനം, എത്തിച്ചു കൊടുക്കൽ. വമാ അലൈന ഇല്ലൽ ബലാഗ്. ബലാഗ് അല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യതയും ഇല്ല. അലൈന എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മേൽ ബാധ്യത എന്നാണ് അർത്ഥം. എന്താണ്? ഞങ്ങളുടെ മേൽ ബാധ്യത എന്നാണ് എന്തിൻ്റെ അർത്ഥം? അലൈന എന്ന് പറഞ്ഞാൽ. അപ്പം അലയ്യ എന്ന് അറബി. ഇല്ല, അല്ലാതെ. അൽ ബലാഗ്, പ്രബോധനം, എത്തിച്ചു കൊടുക്കൽ. എത്തിച്ചു കൊടുക്കൽ അല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യതയില്ല. ഇനി ആ ബലാഗിൻ്റെ വിശേഷണം എന്താണ്? അത് മുബീനാണ്. മുബീൻ, മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായത്. എന്താണ്? വ്യക്തമായത്. മുബീൻ എന്ന് പറഞ്ഞാൽ ഒരു മറച്ചു വെക്കലോ അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കലോ എന്തെങ്കിലും കുറവുകളോ ന്യൂനതകളോ ഒന്നുമില്ലാത്ത വ്യക്തമായ ബലാഗ് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ
ക്ലിയറായത്. അതിൽ ഒരു സംശയത്തിനും വകയില്ല, ഒരു തെറ്റിദ്ധാരണക്കും വകയില്ല. അങ്ങനെയുള്ള ഒരു കാര്യം അത് എത്തിച്ചു കൊടുക്കലാണ്. മുബീനായ ഒരു കാര്യം എത്തിക്കൽ മാത്രമാണ് ഞങ്ങളുടെ മേൽ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ റസൂലിൻ്റെ ഹദീസ് ഇന്നൽ ഹലാല ബയ്യിനുൻ വൽ ഹറാമ ബയ്യിനുൻ ഒക്കെ വ്യക്തമാണ്. അതുതന്നെയാണ് ഈ മുബീന്. വ്യക്തമായ എത്തിച്ചു കൊടുക്കൽ അല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ. അപ്പം ഈ ബലാഗ് എന്താണ് എന്നും ഈ ബലാഗ് മുബീനാകൽ എപ്പോഴാണ് എന്നൊക്കെ നമുക്ക് ഖുർആൻ കൊണ്ട് തന്നെ പഠിക്കാണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഖുർആൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആയത്തുകൾ. അപ്പം ഇപ്പോൾ എൻ്റെ അർത്ഥം പഠിക്കാം. എങ്ങനെ അർത്ഥം പറയാം? വമാ അലൈന, അർത്ഥം പറഞ്ഞോളൂ. നമ്മുടെ മേൽ ബാധ്യതയുമില്ല. ഇല്ലൽ ബലാഗ് അല്ലാതെ, എത്തിച്ചു കൊടുക്കൽ അല്ലാതെ, അൽ മുബീൻ വ്യക്തമായ എത്തിച്ചു കൊടുക്കൽ അല്ലാതെ ഞങ്ങളുടെ മേൽ ബാധ്യതയും ഇല്ല. മനസ്സിലായില്ലേ? അർത്ഥം മനസ്സിലായില്ല? ഇനി എഴുതിക്കോളൂ. ഞങ്ങൾ അല്ല, അലൈന എന്ന വാക്ക് ഞങ്ങളുടെ മേൽ എന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഞാനത് പറയാം. ഇൻഷാ അല്ലാഹ് അതിന് വിശദീകരണം വരുന്നുണ്ട്. അപ്പോൾ പറയാം എന്തുകൊണ്ടാണ് അവിടെ ബാധ്യത എന്ന് വരുന്നത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാം. ഇൻഷാ അല്ലാഹ് എഴുതിക്കോളൂ. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ. ഞങ്ങളുടെ മേൽ എഴുതിക്കോളൂ. ഞങ്ങളുടെ മേൽ വ്യക്തമായ എത്തിച്ചു തരൽ ബ്രാക്കറ്റിൽ പ്രബോധനം, എത്തിച്ചു തരൽ ബ്രാക്കറ്റിൽ പ്രബോധനം അല്ലാതെ ബാധ്യതയില്ല. അപ്പോൾ ഒരുമിച്ച് എങ്ങനെ എഴുതിയത് ഒന്ന് പറയട്ടെ, വായിക്കട്ടെ. ഞങ്ങളുടെ മേൽ എത്തിച്ചു തരൽ അഥവാ പ്രബോധനം വ്യക്തമായ എന്നതിൽ വന്ന വ്യക്തമായ എത്തിച്ചു തരൽ അഥവാ പ്രബോധനം അല്ലാതെ ബാധ്യതയില്ല. ശരി, അപ്പം അർത്ഥം മനസ്സിലായില്ലേ? ഇനി വമാ അലൈന ഇല്ലൽ ബലാഗൽ മുബീൻ എന്ന ആയത്ത് കേൾക്കുമ്പോൾ അർത്ഥം മനസ്സിലാവുമല്ലോ. അർത്ഥം മനസ്സിലാവുമോ? മനസ്സിലാവും. ശരി, ഇനി ഇവിടെ ചിന്തിക്കുക 2-3 കാര്യങ്ങൾ. ഒന്ന്, പ്രവാചകന്മാരുടെ കഥയാണ് പറയണത്. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ചിരിക്കണം. പ്രവാചകന്മാരുടെ കഥ സൂറത്ത് യാസീൻ. ഈ പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ചതൊരു ദൗത്യം നിർവഹിക്കാനാണ്. അപ്പോൾ അവർ നേരിട്ട പ്രതിസന്ധിയാണ് ഇവിടെ പറയണത്. ഈ പ്രവാചകന്മാരുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്മാർ അവസാനിച്ചു. എങ്ങനെ? പ്രവാചകന്മാർ അവസാനിച്ചു, ഇനി പ്രവാചകന്മാരില്ല. മനസ്സിലാകണ്ട? ഇനി പ്രവാചകന്മാരില്ല. പക്ഷേ ബലാഗ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണം. പ്രവാചകന്മാരുടെ മേൽ ബാധ്യതയാണെന്ത്? ബലാഗ്, എത്തിക്കൽ. എനിക്ക് അറിയുന്നൊരു കാര്യം, ഞാൻ പഠിച്ചൊരു കാര്യം വേറൊരാൾക്ക് കൈമാറുക, എത്തിക്കുക. ഇപ്പം പ്രവാചകന്മാർ അവസാനിച്ചു, പ്രവാചകന്മാർ ഇനി വരൂല. അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലും നബിയും തമ്മിലെ വ്യത്യാസം എന്താ? നബി എന്ന് പറഞ്ഞാൽ എല്ലാ മുർസലീങ്ങളും ആരാണ്? നബിമാരാണ്. പക്ഷെ എല്ലാ നബിമാരും ആരല്ല? മുർസലീങ്ങൾ. റിസാലത്ത് അതൊരു ഏടിലൂടെയോ ഒരു ഗ്രന്ഥത്തിലൂടെയോ കൊടുക്കുക. അമ്പിയാക്കന്മാർക്ക് വഹിയുണ്ട് എല്ലാവർക്കും. ആ വഹി പ്രകാരം അവർ പ്രബോധനം ചെയ്യും. ആ വഹിയിൻ്റെ കൂടെ ഒരു രേഖ കൂടി കൊടുക്കുക. അത് ചിലപ്പോൾ ഏടായിരിക്കും. ഇപ്പോൾ ഇബ്രാഹിം നബിക്ക് കൊടുത്തത് സുഹഫാണ്, സുഹഫ് ഇബ്രാഹിം.
മൂസാ നബിക്ക് കൊടുത്ത ഏട് തൗറാത്താണ്, മനസ്സിലാണ്ട് പറഞ്ഞത്. ദാവൂദ് നബിക്ക് കൊടുത്ത സബൂറാണ്, മുഹമ്മദ് നബിക്ക് കൊടുത്ത ഖുർആനാണ്. അപ്പം ഈ റിസാലത്ത് ഇനി ഭൂമിയിൽ റസൂലുമാര് വരൂല. പക്ഷെ എന്ത് നടക്കണം? ബല. അപ്പം ഇവിടെ ശ്രദ്ധിക്കണേ, ബാധ്യത എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ബാധ്യത. ബാധ്യത എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകണ്ടല്ലോ. അതിൻ്റെ മേലഞ്ഞ് വേറൊരു വാക്ക് പറയണ്ടല്ലോ. ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം, ചെയ്തിട്ടില്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയമാകുന്ന കാര്യം, അതാണ് ബലാഗ്. ഒന്നോ മൂന്നോ ആൾക്കാരൊക്കെ തിരഞ്ഞെടുത്തിട്ട് അവരെ ഏൽപ്പിക്കും. അവരെ സഹായിക്കലാണ് ബാക്കിയുള്ളവർ. പറഞ്ഞാൽ മനസ്സിലായിണ്ടാ? എങ്ങനെ? പ്രവാചകന്മാരുള്ള സമൂഹത്തിൽ പ്രവാചകന്മാർ പ്രബോധനം ചെയ്യും, അവരെ സഹായിക്കലാണ് ആര്? കൂടെയുള്ള ആൾക്കാർ. മനസ്സിലായിണ്ടല്ലോ? എന്നാൽ നമുക്ക് എല്ലാവർക്കും ബാധ്യതയാണ്. നമ്മൾ എല്ലാവരും പ്രവാചകന്മാർ ചെയ്ത പോലെ ദൗത്യം ചെയ്യണം, എല്ലാവരും പരസ്പരം സഹായിക്കും വേണം. ഇത് ബാധ്യതയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി എന്താണ് പ്രബോധനം ചെയ്യേണ്ടത്? അത് മുബീനാണ്. ആ മുബീൻ എന്താണ്? അത് ഖുർആനാണ് എന്നാണ് ഇനി ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. എന്താണ് മുബീൻ? വ്യക്തമാക്കപ്പെട്ട കാര്യം പ്രബോധനം ചെയ്യുക, അത് നിർബന്ധമാണ്. നമ്മൾ ഖുർആൻ ക്ലാസ്സിലേക്ക് ആളുകളെ വിളിക്കുന്നത് നിർബന്ധമായ കാര്യമാണ്. വിളിച്ചേ പറ്റൂ. പറഞ്ഞ മനസ്സിലായിണ്ടാ? വമാ അലൈന ഇല്ലൽ ബൽ. അൽ മുബീൻ ഖുർആനാണ്. അതിലേക്ക് ക്ഷണിച്ചേ പറ്റൂ, അത് എത്തിച്ചു കൊടുത്തേ പറ്റൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നത് നമുക്ക് ലാസ്റ്റ് പറയാം. ഇപ്പം നിങ്ങൾ ഞാൻ പറയുന്ന ഒരു സൂറത്ത് ആയത്ത് മറിക്കുക. അൻആമിലെ 19 ആയത്ത്. അൻആമിലെ 19. സൂറത്ത് അൻആം 6-ാം അധ്യായം, അല്ല 19 ആയത്ത്. 6-19. قل أي شيء أكبر شهادة قل الله شهيد بيني وبينكم وأوحي إلي هذا القرآن لأنذركم به ومن بلغ أئنكم لتشهدون എന്താണ് ആയത്തിൻ്റെ അർത്ഥം? ചോദ്യം എന്താണ്? അയ്യു ഷൈഇൻ അക്ബറു ഷഹാദ. അതിൻ്റെ ഉത്തരം എന്താണ്? ഷഹീദും ബൈനി വ ബൈനക്കും. പിന്നെ വായിക്കേ, ആയത്ത് വായിക്കേ. വ ഊഹിയ ഇലയ്യ ലിഉൻദിറക്കും വമം ബലഗ. വമം ബലഗ, ആ ബലഗയാണ് ബലാഗ്. ബലഗ എന്ന വമൻ ബലഗ. അപ്പോൾ ഇവിടെ ഊഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ ഏതാണ്? ഖുർആനാണ് വഹിയായിട്ട് നൽകുന്നത്. ആ വഹിയെ ആർക്കാണോ എത്തിച്ചു കൊടുക്കേണ്ടതാണ് വമൻ ബലഗ. ഇതിന് അക്ബറു ഷഹാദ, ഏറ്റവും വലിയ സാക്ഷി ആരാണ്? കുലില്ലാ. ആരാണ്? അല്ലാഹു. അത് ഷഹീദും ബൈനി വ ബൈനക്കും, എനിക്കും
നിങ്ങൾക്കും ഇടയിലുള്ള സാക്ഷി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. കഴിഞ്ഞ ഈദ്ഗാഹിലെ ഖുത്ബയിൽ ഞാൻ പറഞ്ഞ ഓർക്കുണ്ടാവും. നബി കരഞ്ഞത് എപ്പോഴാണ്? ഖുർആനിൽ ആയത്തിറങ്ങിയപ്പോഴാണ്. ഷഹീദായിട്ട് വരും. റസൂൽ നമുക്ക് സാക്ഷിയാണ്. എങ്ങനെ? റസൂൽ നമുക്ക് ഖുർആൻ തന്നിട്ട് നമ്മൾ ജനങ്ങൾക്ക് സാക്ഷികളാകണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ സാക്ഷികളാകുക? നമ്മൾ പഠിച്ച് ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോഴാണ്. നബിക്ക് കൊടുത്ത ഈ ഖുർആൻ വഹ്യ് നമ്മൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മളാണ് വമൻ ബലഗ, എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ. അന്നാ എത്തിച്ചു കൊടുക്കേണ്ടത് ഖുർആനാകുന്ന വഹ്യ്. എന്തെത്തിച്ചു കൊടുക്കേണ്ടത്? ഖുർആനാകുന്ന വഹ്യ്. ഇപ്പം നമ്മൾ ആലോചിക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എപ്പോഴാണ് എത്തിപ്പെട്ടത്? ഇപ്പം നമ്മളുണ്ടോ? നമ്മളതിൻ്റെ ആളുകളാണോ? നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ശരി, ഒരായത്ത് കൂടി ശ്രദ്ധിക്കുക, ഒരൊറ്റ ആയത്ത് കൂടി. മാഇദയിലെ 5-ാം അധ്യായത്തിലെ 5-ാം അധ്യായം 67-68 ആയത്ത്. മാഇദയിലെ 67-68 5-ാം അധ്യായം. ഓതിക്കോളെ. يا أيها الرسول بلغ ما أنزل إليك من യാ അയ്യുഹർ അത് വായിച്ചോളെ. യാ അയ്യുഹർ റുസുലു ബല്ലിഗ്. യാ അയ്യുഹർ റുസുൽ. ആരാ റുസുല്? മുർസലീങ്ങളെ, എല്ലാ മുർസലീങ്ങളെയും. അതിൽപ്പെട്ട 3 മുർസലീങ്ങളാണ് ആര്? യാസീനിലെ 3 മുർസലീങ്ങൾ. ഏത്? അർസൽന ഇലൈഹിം. അർസലാണ് മുർസലാണ്. മുർസലിനെ നിയോഗിച്ചിന് അർസല പറയാ. അർസൽന ഇലൈഹിം ഇസ്നൈനി. പിന്നെ ഫഅസ്സസ്ന ബിസ, 3-ാമത്തെ ആളെ ശക്തിപ്പെടുത്തിയില്ലേ? ഇത് അടക്കമുള്ള എല്ലാ മുർസലീങ്ങളോടും പറയാ യാ അയ്യുഹർ റുസുൽ. ഈ ഭൂമിയിലേക്ക് നിയോഗിതരായ എല്ലാ മുർസലീങ്ങളോടും ബല്ലിഗ്, ബലാഗ് ചെയ്യണം. ബല്ലിഗ് കൽപ്പനയാണ്. അതുകൊണ്ടാണ് മുർസലീങ്ങൾ എന്ത് പറഞ്ഞത്? ഇതിൻ്റെ ഈ ബല്ലിഗ് എന്ന കൽപ്പനയുടെ ജവാബാണെന്ത്? ഇവർ പറഞ്ഞ ബലാഗ്. ഇവർ പറയാണ് ഞങ്ങളെ മേൽ ബലാഗ് മാത്രമാണ് ബാധ്യത. ഞങ്ങളെ മേൽ ബലാഗ് മാത്രമാണ് ബാധ്യത എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഈ കൽപ്പനയാണ്. യാ അയ്യുഹർ റസൂൽ. അവർക്ക് കൊടുത്ത ഏടുകളാണ്, വഹിയാണ്. അപ്പൊ നബിക്ക് കൊടുത്ത വഹി ഏതാണ്? ഖുർആനാണ്. അപ്പൊ ഇവിടെ ഈ വ്യക്തമായ ബലാഗ് എന്ന് പറഞ്ഞാൽ എന്തെത്തിച്ചു കൊടുക്കലാണ്? നിങ്ങളെ സംശയം തീരണട്ടാ. എന്താണ് പ്രബോധനം ചെയ്യേണ്ടത്? ഖുർആനാണ് പ്രബോധനം ചെയ്യേണ്ടത്. അപ്പം ഇതിന്റെ കൽപ്പന എവിടെ? യാ അയ്യുഹർ റസൂൽ, അല്ലയോ മുർസലീങ്ങളെ, ബല്ലിഗ്, ബലാഗ് ചെയ്യുക. ബല്ലിഗ്, എത്തിച്ചു കൊടുക്കുക. എന്താ എത്തിച്ചു കൊടുക്കേണ്ടത്? മാ ഉൻസില ഇലൈക, നിന്റെ റബ്ബ് നിനക്ക് ഇറക്കിത്തന്ന ഗ്രന്ഥത്തെ, വേദഗ്രന്ഥത്തെ ബലാഗ് ചെയ്യുക. ഉത്തരം കിട്ടിയില്ലേ? അത് ഖുർആനാന്ന് ഞാൻ പറഞ്ഞ ഉത്തരം കിട്ടിയല്ലോ. അഞ്ച് ബാക്കി ربك وإن لم تفعل فما بلغت رسالته والله يعصمك من الناس إن الله لا يهدي القوم الكافرين قل يا أهل الكتاب لستم على شيء حتى تقيموا التوراة والإنجيل وما أنزل إليكم من ربكم وليزيدن كثيرا منهم ما أنزل إليك من ربك طغيانا وكفرا فلا تأس على القوم الكافرين. ഈ വേദഗ്രന്ഥം നൽകപ്പെട്ടവരിലെ തൗറാത്തും ഇഞ്ചീലിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് പറയാം, അഹ്ലു കിതാബ് അവരാ. ലസ്തു മലാഷി എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഒരു ചുക്കില്ല. നമ്മൾ പറയില്ലേ ലസ്തു മലാഷി എന്ന് പറഞ്ഞാൽ
നമ്മൾ സാധാരണ ചില ആൾക്കാർ അവരൊന്നും ഒരു ചുക്കില്ലാത്ത പോലെയാണെന്ന് സാധാരണ പറയും. അത് എപ്പോഴാണ് പറയാം നാടൻ ഭാഷയിൽ? എപ്പോഴാണ് പറയാം? ഒരു അടിസ്ഥാനം ഇല്ലാന്ന്. ഏത് വരെ? ഹത്താ യുഖീമ, തൗറാത്തും ഇഞ്ചിയിലും അതുപോലെ നബിയെ താങ്കൾക്ക് ഇറക്കപ്പെട്ടതിലും നിലനിൽക്കുന്ന കാലത്തോളമല്ലാതെ നിങ്ങൾക്കൊന്നും ഒരു അസ്തിത്വം ഇല്ലാന്ന്, നിങ്ങൾക്കൊന്നും ഒരു കാര്യമില്ല, ഒരു പ്രയോജനം നിങ്ങളെ കൊണ്ടില്ലാന്ന്. 5 പൈസൻ്റെ കാശിന് കൊള്ളാത്തവരാണ് എന്ന്. ആരെ പറ്റിയ? ആരെ വിളിക്കണത്? യാ അഹ്ലൽ കിതാബ്. അതിൽ പെട്ട ആൾക്കാരാണ് നമ്മൾ. അഹ്ലൽ കിതാബിലെ അവസാനത്തെ ആൾക്കാരാണ് ആര്? നമ്മൾ. ഇങ്ങനെയുണ്ട്. എത്രമാത്രം ശക്തമായ ഭാഷയിലാണ് ഇത്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ എന്ന് വെറുതെ ഓതിപ്പോയാൽ പോരാ. അത് എത്തിച്ചു കൊടുക്കൽ എത്രമാത്രം ബാധ്യതയാണ്. പ്രവാചകന്മാരിൽ ഭൂരിപക്ഷത്തെയും നാട്ടിൽ കൊന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണേ. ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ വന്നിട്ട് ഏറെയും കൊല്ലപ്പെട്ടവരാണ്. നാട്ടുകാർ കൊന്നതാ. ത്യാഗം സഹിച്ചവരാണ് അവരിതിന് വേണ്ടിയിട്ട്. ഈ 3 ആൾക്കാർ, യാസിയിലെ 3 ആൾക്കാർ ഇനി കൊല്ലാൻ പോവുകയാണ്. അതിനാ വരാൻ പോണ ആയത്തതാണ്, കൊല്ലാൻ പോവുകയാണ്. പക്ഷെ അവർ പറഞ്ഞ വാക്കാണ്, ഞങ്ങൾക്ക് എത്തിച്ചു കൊടുക്കൽ ഞങ്ങളെ ബാധ്യതയാണ്, അതിൻ്റെ പേരിൽ നിങ്ങൾ കൊന്നോളി. നമ്മളൊക്കെ എന്ത് ത്യാഗം അതിൽ സഹിച്ചത് അല്ലേ? ഒരു അരമണിക്കൂർ നേരത്തെ നീക്കാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂല. 9 മണിക്ക് ഖുർആൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു 10 ആക്കാൻ പറ്റുമെന്ന് ചോദിക്കും നമ്മൾ. ഒരു അരമണിക്കൂർ നേരം പോലും, ആ ഒരു നേരത്തെ ഉറക്കം പോലും നമ്മൾ ഈ മാർഗത്തിൽ സഹിക്കാൻ തയ്യാറല്ല, ത്യാഗം സഹിക്കാൻ തയ്യാറല്ല. നമ്മളൊക്കെ ഏത് സ്വർഗം ആഗ്രഹിക്കുന്നത്? ഏത് നരകത്തിന് രക്ഷപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? ഈ പ്രവാചകന്മാരെ ദൗത്യം നമ്മളെ ദൗത്യമാണ്. ഏൽപ്പിച്ചിട്ടുണ്ട്, നമ്മളെ നിർബന്ധമാണ് ചെയ്യലേ. വമാ അലൈന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥതാണ്. നിങ്ങൾ ഏത് തഫ്സീർ എടുത്ത് വായിച്ചു നോക്കി, ഏത് മലയാള തഫ്സീറോ തമിഴ് തഫ്സീറോ ഏതാണ് നിങ്ങൾക്ക് അറിയാം, അതെടുത്ത് വായിച്ചു നോക്കി. അവിടെ ബാധ്യത എന്നാണ് അർത്ഥം കൊടുത്തത്. അലൈനക്ക് നിർബന്ധ ബാധ്യതയാണ്. എന്തുകൊണ്ടാണ് സുബീസ്കരിച്ചത്? നിസ്കാരം കുറച്ചൊന്ന് ടൈം നമുക്ക് ആകെ ബേജാറാണല്ലോ. എന്തുകൊണ്ടാ? നിർബന്ധ ബാധ്യത എന്നുള്ളതുകൊണ്ടാ അല്ലേ? ആ നിർബന്ധ ബാധ്യതയാണ് എന്നത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല. ഇത് വേണമെങ്കിൽ വരാനല്ല, സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാനല്ല, ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അതിനാണ് ഞങ്ങൾക്ക് ആയത്ത് കാണിച്ചത് ഖുർആനാണെന്ന് പറയാൻ, ഈ ബലാഗ് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. റസൂൽ പറഞ്ഞ 1-2 കാര്യം കൂടി ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുക. എന്താ അറിയോ? റസൂൽ പറയാണ്, ചില ആൾക്കാർ ശവത്തെ പോലെ ജീവിക്കണത്. വളരെ ഗൗരവമുള്ള കാര്യമായിട്ടത്. ഇത് നിന്ന് പറയേണ്ട സംഗതിയാണ്. ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉഷാർ കിട്ടണില്ല ഈ വിഷയം പറയാൻ. പക്ഷെ അതല്ലാതെ മാർഗമില്ലാത്തതുകൊണ്ടാണ്. ചില ആൾക്കാർ ജീവിക്കുന്നത് ശവത്തെ പോലെയാണ്. ഹയ്യാണ്, പക്ഷെ അവർ മയ്യത്താണ്. അള്ളാൻ്റെ റസൂൽ പറയാം, ശവത്തെപ്പോലെ ജീവിക്കുകയാണ്. ആരെ പറ്റുമെന്നറിയോ? ലാ യദ്കുറു റബ്ബഹു, റബ്ബിൻ്റെ ദിക്റായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ. ഏതാ റബ്ബിൻ്റെ ദിക്ർ? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ അല്ലേ? ഖുർആൻ എന്നുള്ളതിന് പകരം ദിക്ർ എന്നാ പറയുന്നത്. സ്വാദ് വൽ ഖുർആനി ദിക്ർ, ദിക്റുള്ള ഖുർആൻ. ഇന്നാ അൻസൽന അലൈക ദിക്റ, നിനക്ക് നാം ദിക്ർ ഇറക്കി തന്നു. എന്തിനെ പറ്റിയാ? ഖുർആനെ പറ്റി. ലിതുബയ്യിന ലിന്നാസ്, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ദിക്ർ ഇറക്കി തന്നു. ആ ദിക്ർ ഏതാണ്? ഖുർആനാണ്. ആ ഖുർആനുമായി ബന്ധമില്ലാത്തവനെ പറ്റി റസൂൽ പറയണം, അവൻ മയ്യത്തിനെ പോലെയാണ്, ശവം മാതിരിയുള്ളൊരു ജീവിതമാണ്, ശവത്തെപ്പോലെ. ഹയ്യല്ലവൻ. ഹയ്യാകണമെങ്കിൽ ആരാന്നറിയോ? അള്ളാഹിൻ്റെ ദിക്റുമായി ബന്ധമുള്ളവനാ ഹയ്യ്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? മയ്യത്തായി ജീവിച്ച് ഇനി മയ്യത്തായി മാറാനല്ല, ഹയ്യായി ജീവിച്ച് മയ്യത്തായി മാറണം. ഹയ്യ് എന്ന അവസ്ഥയിൽ നിന്ന് മയ്യത്ത് എന്ന അവസ്ഥയിലേക്ക് കൂടുതൽ ടൈമൊന്നും വേണ്ട. ഹയ്യ് എന്ന അവസ്ഥയിൽ നിന്ന് മയ്യത്ത് എന്ന അവസ്ഥയിലേക്ക് മാറാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. മയ്യത്തായി ജീവിച്ച് മയ്യത്താകണോ, അത് ഹയ്യായി ജീവിച്ച് മയ്യത്താകണോ? ഹയ്യായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിനെ പഠിച്ച് മനസ്സിലാക്കി ജീവിക്കണവൻ്റെ ജീവിതമാണ് ഹയ്യ്. അങ്ങനെ ജീവിച്ചിട്ട് മയ്യത്താകണം. എല്ലാ സന്ദർഭത്തിലും. എന്തിനാണ് ഈ നിങ്ങൾ വദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളം ദിക്ർ കണക്കില്ലാതെ, രാവിലും വൈകുന്നേരം ദിക്ർ,
നിസ്കാരം അഖിമി സ്വലാത്തിൽ ദിക്രി. എന്തിനാണ് നിസ്കാരം? എന്തിനാണ് നോമ്പ്? എന്തിനാണ് ഹജ്ജ്? എന്തിനാ ഹജ്ജ്? ദിക്ർ. അഫ്ദത്തു മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ്, മശ്അരിൽ ഹറാമി ഫദ്കുറുല്ലാഹ്. മുസ്ദലിഫിൽ അല്ലാഹനെ ഓർക്കുക, മിനയിൽ അല്ലാഹനെ ഓർക്കുക, അറഫിൽ അല്ലാഹനെ ഓർക്കുക. ഫൈദാ ഖളൈതും മനാസിക്കക്കും, ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ കഴിഞ്ഞാൽ ഫദ്കുറുല്ലാഹ്, അല്ലാഹനെ ഓർക്കുക. അല്ലേ? എന്താണ് സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കരഞ്ഞ് 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 അവസാനം മുസ്ദലിഫിലും മിനയിലും ഒക്കെ കരഞ്ഞിട്ട് മക്കത്ത് നിന്ന് പോരുമ്പം ഒരു ഹാജി വദാഇൻ്റെ തവാഫ് ചെയ്യും. മക്കയോട് വിട പറയുക, അതാണ് വദാ. ഹറമിനോട് വിട പറയുന്ന തവാഫ് ചെയ്യുമ്പോൾ പൊട്ടിക്കരയാത്ത ആൾക്കാരുണ്ടോ? ഇല്ല. കരഞ്ഞിട്ടാണ് വദാഇൻ്റെ തവാഫ് ചെയ്യുക. ഇനി ഈ മണ്ണ് കാണുമോ, ഇവിടെ വരുമോ, കഅബ കാണാൻ കഴിയുമോ, ഈ മണ്ണിലെത്തുമോ, ഇവിടെ എത്തുമോ എന്നൊരു ഉറപ്പില്ല. കഅബനെ ആ നാടിനോട് യാത്ര പറഞ്ഞു പോരുകയാണ്. അങ്ങനെ കരഞ്ഞു പോന്നിട്ട് എന്താ ഉണ്ടായത്? നാട്ടിലെത്തി. പിന്നെ ജീവിതം വീണ്ടും പഴയ പോലെ തന്നെ ആയി. അല്ലേ? ഹാജിമാർ ഒരു കേസ് വന്നാൽ, ഒരു കുഴൽപ്പണം, ഒരു തട്ടിപ്പ്, ഒരു വെട്ടിപ്പ്, ഒരു പീഡനം, ഇങ്ങനെ കേസിലൊക്കെ പേരുമല് ഹാജിയുള്ള ആൾക്കാർ വരിക. അതൊന്നും വെറുതെ ബോംബെയിൽ പോയിങ്ങാണ്ട് ഹാജി ആയതല്ലല്ലോ, മറിച്ച് ഹജ്ജ് ചെയ്തിട്ട് ഹാജി ആയതാ. അള്ളാഹ് പറയാണ് ഫദ്കുറുല്ലാഹ്. എന്താ വേണ്ടെന്നറിയോ സഹോദരങ്ങളെ? നമുക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി അത് തന്നെയാണ്. മാറിപ്പോകും മനസ്സ്. അതുകൊണ്ട് നിലനിൽക്കാൻ അള്ളാഹ് പറഞ്ഞത് ലിനുസബ്ബിത ബിഹി ഫുആദക്, നിന്റെ ഹൃദയത്തിന് സബാത്ത് കിട്ടാൻ ഈ ഖുർആനുമായി ബന്ധപ്പെട്ടോന്നാ പറഞ്ഞത്. ലൗലാ നുസില അലൈഹിൽ ഖുർആൻ ജുംലത്തൻ വാഹിദ കദാലിക്. ഖുർആൻ ഇങ്ങനെ ഇറങ്ങി തന്നത് കുറേശ്ശെ ഖുർആൻ പഠിക്കുന്നത് പറയാൻ കാരണം ഹൃദയത്തിന് സബാത്ത് കിട്ടാനാണ് എന്ന്. അവസാന സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ദിക്ർ ഏതാണ്? അഫ്ളലു ദിക്ർ ഏതാ? അത് ചൊല്ലിയിട്ടാണ് മരിക്കാൻ കഴിയണം, യാത്ര പറയാൻ പറ്റണം. അപ്പം നമ്മൾ ആലോചിക്കുക, ഇങ്ങനെ ഈ ജീവിതത്തിനിടക്ക്, ഈ ഓട്ടപ്പാച്ചിലിനിടക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് തീരും. ഇനി ഖുർആനിൽ നിന്ന് കിട്ടിയ ദിക്റുകൾ, അതിൻ്റെ വലുപ്പങ്ങൾ നോക്കി. എന്തുകൊണ്ടാണ് ഖുർആൻ ദിക്റാന്ന് പറയാൻ? ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ വാഹനത്തിൽ പോകും, അപ്പോൾ നമ്മളിങ്ങനെ പറയാം കടലിലും കരയിലും. കടലിലിപ്പോൾ ഇങ്ങനെ കപ്പലിലും മുങ്ങാണ്. എത്ര കപ്പലാണ് കടലിൽ കത്തിയത്? ആകാശത്താണെങ്കിൽ വിമാന അപകടങ്ങളുടെ പരമ്പര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലാണെങ്കിൽ അപകടങ്ങളും മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല പറയാ, വാഹനം തന്നിട്ട് അല്ല പറയാം, സൂറത്ത് സുഹ്റിഫിൽ കാണാം. എന്താ പറഞ്ഞാൽ തെസ്തവു അലാ ദുഹൂരിയ, അതിനെ പുറത്ത് കയറിയിരുന്നാൽ ഫതുക്ക് അള്ളാനെ ഓർക്കണം, ദിക്ർ വേണം. അത് ഖുർആനിലാണ് അല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ ദിക്റായത്. ഫതഖൂലു, എന്നിട്ട് വൈദസ്തവയിത്തും, ഇരുന്ന് ബെൽറ്റിട്ട് റെഡിയായാൽ, ഇസ്തവ എന്ന് പറഞ്ഞതാണ്. തഖൂലു പറയണം, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അർത്ഥം എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ അവസാനത്തെ വാക്കെന്താ? വഇന്നാ ഇലാ റബ്ബിനാ. എന്താ അതിൻ്റെ അർത്ഥം? വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് വന്ന വേറെ സ്ഥലമുണ്ട്. ആ സ്ഥലം നോക്കിയാൽ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവും. അത് ഏതാ സ്ഥലം എന്നറിയോ? ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ വെച്ച് വിശ്വാസികളായ ആൾക്കാരെ കൈ വെട്ടി കാല് വെട്ടി ക്രൂശിക്കുകയാണ്. ഓരോരുത്തരെ കൊണ്ടുപോയിട്ട് ചെയ്യാണ്. ബാക്കിയുള്ളവർ ഇത് കാണുകയാണ്. ഈ സമയത്ത് മനസ്സ് മാറിപ്പോകും. ചിലപ്പോൾ അടുത്തത് എൻ്റെ കയ്യാ വെട്ടാനുള്ളത്, കാലാ വെട്ടാനുള്ളത്, എൻ്റെ മുന്നിലുള്ളവനെ കൊണ്ടുപോയി. ആ സമയം ചിലപ്പോൾ ഞാൻ ഫിർഔനെ നീ തന്നെയാണ് റബ്ബ് എന്ന് ചിലപ്പോൾ പറഞ്ഞു പോവും. അവർ പറഞ്ഞു അഫ്രീ അലീന സബറൻ, ക്ഷമ ചൊരിഞ്ഞു കൊണ്ട പടച്ചോനെ. അവിടെ ചൊല്ലി പ്രാർത്ഥിക്കുക, ക്ഷമ ചൊരിഞ്ഞു കൊണ്ട പടച്ചോനെ. ക്ഷമ ഇല്ലെങ്കിൽ മാറിപ്പോകും. അവർ പറഞ്ഞ വാക്കാണ് എന്താ അറിയോ? കയ്യും കാലും വെട്ടിയാലും, എങ്ങനെ വെട്ടി മുറിച്ചാലും ക്രൂശിച്ചാലും ഇന്ന ഇലാ റബ്ബിന, ഞങ്ങൾ മരിക്കുന്നുറപ്പാ. എങ്ങനെ മരിച്ചാലും ഞങ്ങൾ പോണത് എങ്ങട്ടാ? ഞങ്ങൾ റബ്ബിൻ്റെ അടുക്കലേക്കല്ലേ, ഞങ്ങൾ റബ്ബിൻ്റെ അടുക്കലേക്കല്ലേ ഞങ്ങൾ പോണത്. നിങ്ങൾ എങ്ങനെ കയ്യും കാലും വെട്ടിക്കൊന്നാലും. ഈ വാക്കാണ് യാത്രയിൽ നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ അവസാനം. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പടച്ചോനെ, ഞാൻ ഈ വണ്ടിയിട്ട് ഇറങ്ങുകയാണ്, ഒരു സുരക്ഷിതത്വവും ഇല്ല. എത്ര വലിയ സുരക്ഷിതത്വം ഉണ്ടെങ്കിലും പറഞ്ഞാലും ശരി, ചിലപ്പം എൻ്റെ കയ്യും കാലൊക്കെ മുറിഞ്ഞ് ഞാൻ മരിക്കും. എങ്ങനെ ചതഞ്ഞരഞ്ഞ് മരിക്കേണ്ടി വന്നാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞാൻ മടങ്ങണത് എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്കല്ലേ. ഇങ്ങനെ പറയാനുള്ള ഈമാൻ നമുക്കുണ്ട് സഹോദരങ്ങളെ. നമ്മൾ പറയാം എത്ര കുട്ടികളുടെ അടുത്തേക്കല്ലേ നമ്മൾ പോണത്, മക്കളുടെ അടുത്തേക്കല്ലേ നമ്മൾ പോണത്. ഏത് വാപ്പാരാവ് പറയാ നല്ല മക്കളെ പറ്റി അല്ലേ?
നല്ല മാതാപിതാക്കൾ, സ്നേഹമുള്ളവർ, ഇഷ്ടമുള്ളവർ അവിടുക്കാണ്. എങ്ങോട്ടാ പോണത്? കുട്ടികളുടെ അടുത്തേക്കല്ലേ പോണത്, വേറെ ഒടുക്കല്ലല്ലോ പോണത്, മക്കളുടെ അടുത്തേക്കല്ലേ പോകണമെന്ന് അറിയും അല്ലേ. എങ്കിൽ അവിടെ ഒരു സമാധാനം ഇല്ലാത്തടത്താണ് അങ്ങനെ പറയോ? ഇല്ല. എങ്കിൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്കല്ലേ പോണത്, പിന്നെ ഞാനെന്തിനാ പേടിക്കണേ? ഇത് വാഹനത്തിൽ കയറിയിട്ട് പറയാനാ. എങ്ങനെ മരിച്ചാലും സഹോദരങ്ങളെ ആ ദിക്റിൻ്റെ വലിപ്പങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി അതിനെ വിശദീകരിച്ചിട്ട് റസൂൽ പറഞ്ഞ വാക്കൊക്കെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അമാനുഷികത നിറഞ്ഞു നിൽക്കുന്നു. യാത്രയിലെ പ്രാർത്ഥനയിൽ പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇ സഫർ, യാത്രൻ്റെ ബുദ്ധിമുട്ടി അടങ്ങേറും, വകആബത്തിൽ മൻളർ, കാഴ്ചകൾ കാണാൻ പറ്റാത്ത കാഴ്ചകൾ കാണിക്കല്ല പടച്ചോനെ, ഹൃദയഭേദകമായ കരള് കുരുകിപ്പോകുന്ന, ഹൃദയം പൊട്ടിപ്പോകുന്ന കാഴ്ചകളൊന്നും കാണിക്കല്ല പടച്ചോനെ. കആബത്തിൽ മൻളർ വസൂഇൽ മുൻകലബി ഫിൽ മാലി വല്ലഹൽ, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ സ്വത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകുമോ അത് മോശപ്പെട്ടൊരു മടക്കാക്കല്ല പടച്ചോനെ, എല്ലാം നഷ്ടപ്പെട്ട മടക്കാക്കല്ല. യാത്രയിലെ പ്രാർത്ഥനയാണ്. അതിൻ്റെ അർത്ഥം ആലോചിച്ച് നോക്കി നിങ്ങൾ. എത്ര ഈ എയർപോർട്ടിനോളം യാത്രയിൽ ഇത്ര സുരക്ഷിതത്തുള്ള മാർഗം. നമ്മൾ ഇവിടുന്ന് റോട്ടുമെന്ന് ഒരു ബസ് 9 മണിൻ്റെ ബസ് കിട്ടണമെങ്കിൽ ഇവിടുന്ന് 8:55 ഇറങ്ങി റോട്ടുമെക്ക് നിന്നാൽ മതി അല്ലേ. എയർപോർട്ടിൽ 3 മണിക്കൂർ മുമ്പ് പോകണം. നമ്മളെ ദേഹം പരിശോധിച്ച്, ബാഗ് പരിശോധിച്ച്, ലഗേജ് പരിശോധിച്ച്, നമ്മളെ ബെൽറ്റ് അടക്കം ഊരി വെച്ച് എല്ലാം പരിശോധിച്ചിട്ട്, ഓരോ ചിറകുകൾക്കും ഓരോ എഞ്ചിനീയർമാരാണത്രേ വിമാനത്തിൻ്റെ. അതൊക്കെ സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടാണ് ഒരു വിമാനം റൺവേന്ന് അങ്ങോട്ട് പറന്നു ഉയരണത്. ഇത്രയും സുരക്ഷിതമായ വേറൊന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കണ്ണിൻ്റെ മുന്നിലല്ലേ. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെ ഹോസ്റ്റലിൻ്റെ മുകളിൽ ഇത് വീണിട്ട് എത്ര വിമാനം നമ്മളെ തലൻ്റെ മേലെ കൂടെ പറക്കുന്നുണ്ട്. വായിലേക്ക് കൊണ്ടുപോയ ഭക്ഷണം അവിടേക്ക് എത്തിയിട്ടില്ല. ഒരു ഉരുള ഉരുട്ടിയിട്ട് അതും നമ്മളെ വായും തമ്മിലുള്ള അകലുണ്ടല്ലോ, ആ അകലം സെൻറ്റിമീറ്ററുകളേ ഉള്ളൂ. പക്ഷെ അതാണ്ട് എത്തണമെന്ന് പഠിച്ചോൻ തീരുമാനിക്കണം. അങ്ങോട്ട് കൊണ്ടത് തൊള്ളിക്ക് എത്തിയിട്ടില്ല, വായിലേക്ക് എത്തിയിട്ടില്ല. എന്താ പത്രം എഴുതുന്ന അറിയങ്ങൾ? ആ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടികൾ ആ മെസ്സിൻ്റെ മേലേക്ക് വീണിട്ട് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും മനുഷ്യ ശരീരത്തിൻ്റെ കത്തിക്കരിഞ്ഞ മാംസത്തിൻ്റെ അവശിഷ്ടങ്ങളും ഒരുമിച്ച് കിടക്കുകയെന്നാണ് പറഞ്ഞത്. ഹൃദയഭേദകമായ രംഗം കആബത്തിൽ മൻളർ. ആലോചിക്കണം. ആ കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് അവസാനത്തെ ഭക്ഷണമാണെന്ന്. ആലോചിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെയൊക്കെ ജീവിതമാണ് സഹോദരങ്ങൾ. ആ യാത്ര പോയവർ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരവസ്ഥ? ഇതൊക്കെ നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കണം. ഇതൊക്കെ പടച്ചോ അങ്ങനെ കാണിച്ചു തരുന്ന സംഗതികളെ പലതും നമുക്ക് ചിന്തിക്കാൻ, നമ്മളെ ഈമാനും തഖ്വയും ഉയരാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചോൻ ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരണത്. എൻ്റെ കുട്ടീനെ 1000 കുട്ടികളെ ഇടയിൽ നിന്ന് ഞാൻ കണ്ടാൽ തിരിച്ചറിയും. എൻ്റെ വാപ്പാനും ഉമ്മാനും 10,000 ആൾക്കാരെ നിർത്തിയാൽ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ തിരിച്ചറിയും അല്ലേ. എന്നിട്ട് വാപ്പനെ തിരിച്ചറിയാൻ മക്കളെ കൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ, അത് നടത്തിയാലേ ആരാന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന് എത്തുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ അവസ്ഥ? ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഓടിച്ചാടി നമ്മളെ വീട്ടിന് അകത്തുകൂടി നടക്കണ നമ്മളെ പിഞ്ചോമന മക്കളെ, ചേതനയറ്റ ശരീരം മയ്യത്ത് ആ റൂമിൽ കൊണ്ടെന്ന് വെച്ചാൽ നിശ്ചലായില്ലേ? ആലോചിച്ച് നോക്കി നിങ്ങൾ. എല്ലാം തീർന്നില്ലേ? ഓടിച്ചാടി നടക്കുക നമ്മളെ മക്കൾ, ചേതനയറ്റ ശരീരം കൊണ്ടുവന്ന് വെക്കുക അല്ലേ. നമുക്ക് നേരല്ല ഖുർആൻ പഠിക്കാൻ, നേരല്ല ഖുർആൻ ക്ലാസ്സിലേക്ക് വരാൻ നേരല്ല. നമുക്ക് എന്തെല്ലാം ഭൗതിക ലോക ചിന്തകൾ മാത്രം ഇതൊക്കെ തടസ്സമായി നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള രോഗത്ത് ജീവിക്കുമ്പം നമ്മൾ നെഞ്ചിൻ്റെ മേലെ കൈവച്ച് ചിന്തിക്കുക സഹോദരങ്ങളെ. അതുകൊണ്ട് റസൂൽ പറയാ ഹയ്യും മയ്യത്തും. നമ്മളൊരു മയ്യത്തായി ജീവിച്ചിട്ട് മയ്യത്താകുന്നതിന് പകരം ഹയ്യായി ജീവിച്ചിട്ട് മയ്യത്തായി മാറാൻ ശ്രമിക്കുക. അപ്പോൾ ഖുർആനാണ് ഏറ്റവും വലിയ ദിക്ർ. ആ ദിക്റിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ആ ഖുർആനിൻ്റെ കൂടെയുള്ളൊരു ജീവിതം, അതാണ് ഹയാത്ത് ത്വയ്യിബ, ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞത്. ഇത് പഠിക്കുക, മനസ്സിലാക്കുക എന്ന് മാത്രമല്ല, നമ്മൾ ഓരോ വ്യക്തിയും ആണും പെണ്ണും, നിങ്ങൾ ആലോചിച്ചൊക്കെ, പ്രവാചകന്മാരെ കൂട്ടത്തിൽ പെണ്ണുങ്ങളുണ്ടോ? ഇല്ല. പക്ഷേ ഖുർആനിൽ ഒരേ ഒരു പെണ്ണിൻ്റെ പേരേ പറഞ്ഞിട്ടുള്ളൂ. ആരാ? മറിയം ബീവിയാ. കാരണം മറിയം ബീവിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ചരിത്രം നമ്മൾ ഫുള്ള് പഠിക്കണം. അപ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഒരു പെണ്ണിൻ്റെ ദേവത്വം എന്താണെന്ന്. ദേവാരംഗത്തൊരു പെണ്ണ് എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന് ഉദാഹരണങ്ങളുണ്ട്, എമ്പാടുണ്ട്. ഒരു പെണ്ണ്
ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നത്, വസ്ത്രം ഒരുക്കി കൊടുക്കുന്നത്, സൗകര്യങ്ങൾ ആണുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത്, വീട്ടിലെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നത് അവർ ദൈവത്തിന് വേണ്ടി ഇറങ്ങാനാ, പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങാനാ. അവർക്കതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കലാ പെണ്ണിൻ്റെ ദൈവത്ത്. പെണ്ണിൻ്റെ ദൈവത്ത് അതാ, നിങ്ങളൊരു ദായിയായിരിക്കണം, ഒരു പ്രബോധകനായിരിക്കണം, അള്ളാഹിൻ്റെ ഖുർആനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ആളായിരിക്കണം. അങ്ങനെ ഒരാണ് ഒരു വീട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും ആ വീട്ടിൻ്റെ ഏറ്റവും വലിയ ബർക്കത്ത്. അങ്ങനത്തെ ഒരു വീട്ടിലൊരാണുണ്ടെങ്കിൽ ആ ആണാണ് ഏറ്റവും വലിയ ബർക്കത്ത്. ആ കുടുംബത്തിൻ്റെ വെളിച്ചം അതായിരിക്കും. അങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് ഇന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നമ്മളാരും ചിന്തിക്കേണ്ട. നമുക്കൊക്കെ എമ്പാടും ചെയ്യാനുണ്ട് ഈ മേഖലയിൽ. എന്തൊക്കെ ഇവിടെ വന്നിട്ടൊരു കസാരി മേശ നേരത്തെ പിടിച്ചിട്ടാൽ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. മനസ്സിലായില്ലേ? ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ അതിൻ്റെ ഭാഗമാണ്. നമ്മളെ സമ്പത്തിൽ നിന്നൊരു സമ്പത്ത് ഈ ഖുർആൻ ക്ലാസ്സിനെ നടത്തിപ്പിന് വേണ്ടിയിട്ടതാ ഞാൻ ഇന്നത് തരാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കണത്, മനസ്സറിഞ്ഞ് കൊടുക്കണത്, അത് ഈ മാർഗത്തിലുള്ള ബലാഗാണ്, അതിൻ്റെ സഹായമാണ്. സിദ്ദീഖുൽ അക്ബർ ഈ നിരക്കൊക്കെ സഹായിച്ചു, സമ്പത്തോട് സഹായിച്ചു, ശരീരം കൊണ്ട് സഹായിച്ചു, എല്ലാം കൊണ്ട് സഹായിച്ചു. സഹാബികളൊക്കെ നോക്കി നിങ്ങൾ അവരെടുക്കൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് അവർ സഹായിച്ചു. ഇതൊക്കെ ഈ ബലാഗിൽപ്പെട്ടതാണ്. ഇതിനു വേണ്ടിയുള്ള നാട്ടിൽ ഒരു ഡാൻസും പാർട്ടിയും ഒരു വാർഷികവും ഒരു ആഘോഷവും ഒരു സംഗീതവും മ്യൂസിക്കും ഒരു നിശാ പാർട്ടിയൊക്കെ ഉണ്ട്. അവിടെ പോയി അവിടെ സമയം ചിലവഴിച്ച് അതിനുവേണ്ടി ഒത്താശ ചെയ്തു കൊടുത്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു മുസ്ലിമായിട്ട് ഒരു മയ്യത്തിനെ പോലെ ജീവിക്കല്ല വേണ്ടത്. മറിച്ച് നമ്മൾ ജീവിക്കുന്നത് ഇത്ര നന്മകൾക്ക് വേണ്ടി നമ്മൾ ഒത്താശ ചെയ്ത് കൊടുത്ത് സഹായം ചെയ്ത് കൊടുത്ത് അതിന് പ്രോത്സാഹനം കൊടുത്ത് അങ്ങനെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ എന്നത് ഒരുപാട് ആശയങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് തരുന്നതാണ്. നമ്മുടെ ബാധ്യത, നിർബന്ധമായ ഒരു ബാധ്യതയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ ആയത്താണ് സൂറത്ത് യാസീനിലെ ഈ ആയത്ത്. ഇത് മറക്കാതെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരത്തിൽ ഈ ആയത്തിനെ അമലാക്കി പ്രാവർത്തികമാക്കി ജീവിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മളെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മളെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായി, ഒരു കുടുംബമായി അള്ളാഹു നമ്മളെ കുടുംബത്തെയും മാറ്റി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാൻ ഇഷ്ടമുള്ള താല്പര്യമുള്ള ഒരു വ്യക്തിയായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അവസാന നിമിഷം വരെ ഈ ദിക്റ് അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ദുആഅന ഇന്നക അന്ത സമീഉൽ അലീം.